മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സക്രിയയുടെ പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. The book of Zechariah, chapter 4, verse 10. ചെറിയ കാര്യങ്ങളുടെ ദിവസത്തെ നിസ്സാരമാക്കിയവർ ആഹ്ലാദിക്കും. സെറുബാബേലിന്റെ കയ്യിലെ തൂക്കട്ട അവർ കാണും. നമ്മുടെ ജീവിതത്തിന്റെ മനോഹാരിത താറുമാറാക്കുവാൻ ചെറിയ കാര്യങ്ങൾ കാട്ടുന്ന അശ്രദ്ധ കാരണമാകും. ആദർശങ്ങളെ അവഗണിച്ച് വിട്ടുവീഴ്ചകൾ വരുത്തി ചെയ്യുന്ന തെറ്റുകൾ പലരുടെയും ജീവിത നൗകയെ തകർത്തിട്ടുണ്ട്. അല്പാൽപമായി ആരംഭിക്കുന്ന മദ്യപാനം അവസാനം ഒരാളെ മദ്യത്തിന് അടിമയാക്കും. സംസാരത്തിൽ അല്പം അശ്ലീലത കലർത്തുന്നവർ അവസാനം കടിഞ്ഞാണില്ലാതെ സംസാരിക്കുന്നവരാകും. അപ്പോൾ ആളുകൾ അവരെ അറയ്ക്കുകയും വെറുക്കുകയും ചെയ്യും. അധമവികാരങ്ങൾക്കൊരിക്കൽ വഴങ്ങിയാൽ പ്രായണ മ്ലേച്ഛന്മാരായി തീരും. ബാബിലോണിൽ നിന്ന് മടങ്ങിയെത്തിയ യഹൂദന്മാർ ദേവാലയത്തിന്റെ ബൃഹത്തായ പണിയിൽ ഏർപ്പെട്ടു. ദേവാലയ പണികൾ വിപുലമായതിനാൽ അതിന്റെ പണിയിൽ ചെറിയ കാര്യങ്ങൾ അവഗണിക്കരുത്. സൂക്ഷ്മകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് സക്രിയ ഉപദേശിക്കുകയാണ്. വലിയ സംരംഭത്തിന്റെ വിജയത്തിന് അനേകം ചെറിയ കാര്യങ്ങൾ സശ്രദ്ധം ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. അല്പകാര്യങ്ങളിൽ ഏകാഗ്രത പാലിച്ചവർ വലിയ കാര്യങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. കവണപ്രയോഗം ശരിയായി പരിശീലിച്ച ദാവീദിന് തന്റെ കവണയും കല്ലും കൊണ്ട് മല്ലനായ ഗോലിയാത്തിനെ വധിക്കുവാൻ സാധിച്ചു. ക്രൈസ്തവ ജീവിതം വിജയിപ്പിക്കണമെങ്കിൽ നാം ചെറിയ കാര്യങ്ങളിൽ വിശുദ്ധിയും സത്യവും പാലിക്കുവാൻ ശ്രദ്ധിക്കണം. അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിലും വിശ്വസ്തൻ. അല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളിൽ നാം ക്രൈസ്തവ ആദർശങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. സൂക്ഷ്മത കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ വലിയ കാര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. ചെറിയ കാര്യം വിശ്വസ്തയോടെ ധീരമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.